ഹലോ, രാവിലെ തന്നെ കുറച്ച് ചെമ്പരത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് വെച്ചൊരു അച്ചാർ ഉണ്ടാക്കിയാലോ? പൂവൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഓരോ ഇതളുകളായിട്ട് അടർത്തിയെടുത്തു. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് പുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും. ഇനി സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അതിലേക്ക് വെക്കുക. പാത്രത്തിലെ വെള്ളം മുഴുവൻ പോയി നന്നായി ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കടുകും കൂടെ ആഡ് ചെയ്യാം. കടുകൊക്കെ നന്നായി പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കണം, കാരണം അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തി ഇതളുകൾ ചേർക്കാം. എന്നിട്ട് നന്നായി വീണ്ടും ഇളക്കി കൊടുക്കുക. അത് നന്നായി വാടും. പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഒരുപാട് സമയമൊന്നും എടുക്കണ്ട. ചെമ്പരത്തി അത്ര സോഫ്റ്റ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ചെമ്പരത്തി വാടിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഇത് സാധാ മുളക് പൊടിയാണ്. ഇനി ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതൊരല്പം ചേർത്താൽ മാത്രം മതി. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് അത് ചേർക്കുന്നത്. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് ഒരല്പം കായപ്പൊടി കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് അത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ചെറിയൊരു ഉരുള ശർക്കര കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നതാണ്. വെള്ളമൊക്കെ നന്നായി പറ്റി കുറുകി വരുന്നത് വരെയും ഇങ്ങനെ ഇളക്കുന്നത് തുടരുക. ഇപ്പോൾ വെള്ളമൊക്കെ ഏതാണ്ട് പറ്റി നന്നായി കുറുകി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായി കുറുകി കട്ടയാവുന്ന രീതിയിലേക്കാവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്.